ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോൾ എന്തായാലും ഈ ഓണത്തിൻ്റെ ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഒത്തിരി മെസ്സേജ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. മറ്റേത് ക്ലാസ്സിനിടയ്ക്ക് നോക്കുന്ന പോലെ അല്ലത്. ഇപ്പം ഞാനും ഫ്രീ ആണ്, നിങ്ങളും ഫ്രീ ആണ്. നിങ്ങൾ ഫ്രീ അല്ല, നിങ്ങൾക്കിപ്പം ഓണം കഴിഞ്ഞ് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ വിഷമിച്ച് മെസ്സേജ് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് പോലും ഈ സ്കോർ അങ്ങോട്ട് ഇമ്പ്രൂവ് ആവുന്നില്ല എന്നുള്ളതാണ്. എടാ, നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്ന പോലൊന്നും അല്ല. നാളെയും മറ്റന്നാളും ഒന്നുമല്ല നമ്മുടെ എക്സാം. നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. നമുക്കത് ഗ്രാജുവലി അങ്ങ് ഇമ്പ്രൂവ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിലോട്ട് മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 മാർക്ക് തരും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് പോവാം. നമുക്ക് കിട്ടിയതിൽ നിന്നും കൂടെ ഒരു മാർക്ക് പോവാം. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ സാവധാനം അങ്ങ് പഠിച്ചാൽ മതി. നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറേ പേർക്കും ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബേസ് സ്ട്രോങ് അല്ല. ഇപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ 11ലും 12ലും നമ്മുടെ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെല്ലാമോ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചു വെച്ചെന്നല്ലാതെ എല്ലാം അറിഞ്ഞു പഠിച്ചിട്ടില്ല. നമുക്ക് കൺസെപ്റ്റ്സ് ഒന്നും ക്ലിയർ അല്ല, നമുക്ക് നല്ലൊരു ബേസും ഇല്ല. അപ്പം നമ്മൾ ഈ 1 ഇയർ ഗ്യാപ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബേസ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കണം. പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങണം. ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ആക്കണം, സ്പീഡ് ഇമ്പ്രൂവ് ആക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക്കാണ് വരുന്നത് ഈ ഒരു 1 ഇയർ ഗ്യാപ്പിൽ. ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പഠിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് ബോർഡ് എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടി. 11ലും 12ലും വിത്തൗട്ട് എനിക്ക് ഗ്രേസ് മാർക്ക് 98% മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്താണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുള്ളൊരു ബോധം വന്നത്. അതേസമയം ഇപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കൊച്ചുങ്ങൾക്കാണെങ്കിൽ അവർക്ക് ഇപ്പം കൂടെ നന്നായിട്ട് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അവരുടെ ബേസ് നന്നായിട്ട് സ്ട്രോങ് ആയിരിക്കും. അവർക്ക് ഇനി കുറച്ച് പ്രോബ്ലംസ് മാത്രം സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അവർ ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് പഠിക്കും. നമ്മൾ ഇത്രയും കൂടെ ഹാർഡ് വർക്ക് ഇടേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് മോശമൊന്നുമില്ല. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻ്റ് എന്നുള്ളതല്ലേ. അപ്പോൾ അവർ ആ ഒരു 2 വർഷവും ഈ നീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു. നമ്മൾ 2 വർഷം കൂളായിട്ട് പഠിച്ചിട്ട് ഇപ്പോൾ ഇത്രയും കൂടെ എഫേർട്ട് ഇടും. അതാണ് വ്യത്യാസം. അവരിപ്പോൾ ഓൾറെഡി ആ ഒരു 2 വർഷം നീറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ജെ എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് പഠിച്ചു. നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും 2 വർഷം +1 +2 കാലഘട്ടം നല്ല കൂളായിട്ട് നടന്നു. ഈ ഒരു വർഷം സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ എവിടെ ആയാലും ഒരു സ്ട്രഗിൾ ഉണ്ടെന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അനിയന്മാർക്കോ അനിയത്തിമാർക്കോ വരണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 11ൻ്റെയും 12ൻ്റെയും കൂടെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഈ ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയം, അതായത് ആ ഒരു 1 ഇയർ വേസ്റ്റേജ് വരത്തില്ല. അതായത് നമ്മളിപ്പോൾ നമ്മുടെ 11ും 12ും കഴിഞ്ഞ് തന്നെ നമ്മൾ നീറ്റ് അല്ലെങ്കിൽ ജെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു കോളേജിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകുന്നില്ല. പിന്നെ നമ്മുടെ നല്ല രീതിയിൽ ബേസ് സ്ട്രോങ് ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെയാണെന്നുള്ള രീതിയിൽ പഠിക്കുമല്ലേടാ. ഇതിപ്പം ഇവിടെ ബാക്കി ഈ റിപ്പീറ്റ് ചെയ്യുന്ന കൊച്ചുങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെല്ലാമോ പഠിച്ചു. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് അത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അനിയന്മാർക്കോ അനിയത്തിമാർക്കോ, അതായത് ഇപ്പോൾ 10ൽ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സൈലത്തിൻ്റെ ഒരു പുതിയ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ 10ൽ പഠിക്കുന്നതും അടുത്ത വർഷം 11ൽ ജോയിൻ ചെയ്യുന്നതുമായിട്ടുള്ള കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റിലും സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിച്ചിട്ട് നോർമൽ ക്ലാസ്സസിന് പുറമെ എൻട്രൻസ് കോച്ചിങ്ങും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ 1 ഇയർ വേസ്റ്റ് ഓഫ് ടൈം ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഡ്രീം എഞ്ചിനീയറിംഗ് കോളേജിലോ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ 1 ഇയർ സ്ട്രഗ്ലിംഗ് ഫേസ് ഇല്ല. പക്ഷേ ഈ പഠിക്കുന്ന 2 കൊല്ലം നമ്മൾ നല്ല രീതിയിൽ വൃത്തിക്ക് പഠിക്കേണ്ടി വരും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നല്ല രീതിയിൽ ബേസ് സ്ട്രോങ് ആക്കി തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഇത്രയും കൂടെ ഒരു മധുരം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി ഇവിടെ പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ അതിനൊരു ചെറിയ എക്സാം ക്ലിയർ ചെയ്യണം. ഒരു വലിയ എക്സാം ക്ലിയർ ചെയ്യണം. ആ എക്സാമിൻ്റെ പേരെന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി കം സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്നാണ്. നമ്മുടെ ഈ വരുന്ന ഒക്ടോബർ 6 തീയതിയാണ് കേട്ടോ എക്സാം വരുന്നത്. 2 മണി മുതൽ 3:30 വരെ വെറും 1.5 മണിക്കൂർ എക്സാമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ടാണ് എക്സാം. സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ 10ലെ സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 14 ഡിസ്ട്രിക്റ്റിലായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് കൂടി, അതായത് ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവസരമാണ്. നമുക്ക് നല്ല രീതിയിൽ ബേസ് സ്ട്രോങ് ആക്കി വലിയ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഈ ഒരു 1 ഇയർ വേസ്റ്റ് ഓഫ് ടൈം ഇല്ലാതെ നമുക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പോയി എഴുതുക. പിന്നെ സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. കാരണം 14 ഡിസ്ട്രിക്റ്റിലും 14 സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീടിനടുത്തുള്ള സെൻറ്ററിൽ തന്നെ ഓഫ്ലൈനായിട്ട് പോയി എക്സാം എഴുതി 1.5 മണിക്കൂർ കൊണ്ട് കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ കിട്ടുവാണെങ്കിൽ ഊട്ടി, അതാണ് നമ്മളുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി എഴുതാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബേസ് സ്ട്രോങ് ആക്കി അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ആ ഒരു 1 ഇയർ വേസ്റ്റ് ഓഫ് ടൈം ഇല്ലാതെ തന്നെ കയറി പോകുന്നെങ്കിൽ പോട്ടടാ, അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ
അപ്പോൾ എല്ലാവരും പോയി എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ എക്സാം നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യണം. അതായത് എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിടണം. അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളടാ. ഓൾ ദ ബെസ്റ്റ്.